വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രൊമോ കൂടി ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ലാലേട്ടൻ കലിപ്പിൽ തന്നെയാണ്. വന്ന് കയറുമ്പോഴേ അനുമോൾ, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോളെ നിർത്തി പൊരിക്കുന്ന കാഴ്ചയാണ്. അനുമോളെ മാത്രമല്ല, ജിഷിനെയും മസ്താനിയെയും എല്ലാം എടുത്തിട്ട് അലക്കുന്നുണ്ട്. ജിസേലും ആര്യനും സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ജിഷിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? മസ്താനിയെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ മസ്താനി അനുമോളുടെ മുഖത്തേക്കാണ് നോക്കുന്നതെന്ന് തോന്നുന്നു, ഒരുമാതിരി വളിച്ച ചിരിയുമായിട്ട്. അപ്പോൾ ലാലേട്ടൻ പിന്നെയും ചൂടാകുന്നുണ്ട്. കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊന്നും വേണ്ട, എന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കണം. തുടർന്ന് വീണ്ടും അനുമോളോട് പറയുന്നു, അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കണ്ടു എന്ന് പറയുന്നത്? അതെനിക്കറിയില്ല, ഞാൻ കണ്ടു. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയവാസം പറഞ്ഞിട്ട്. അതെ, ലാലേട്ടൻ തകർത്തു വാരുകയാണ്. എന്തൊക്കെയാണ് വൈകിട്ട് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ പുതപ്പിനുള്ളിൽ അവർ കയറിയതേ ഉള്ളൂ. പുതപ്പിനുള്ളിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അനുമോൾ ഇല്ലാത്തത് കൽപ്പിച്ചുണ്ടാക്കി പറഞ്ഞിരിക്കുകയാണ്. പുതപ്പിനുള്ളിലേക്ക് രണ്ടാൾക്കാർ കയറി അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ആ രണ്ടാൾക്കാരുടെയും ജീവിതം തകർത്ത് കളയുവാൻ വേണ്ടി അനുമോൾ പറഞ്ഞുണ്ടാക്കിയ വ്യാജ പ്രചരണമായിരുന്നു ഉമ്മ വെച്ചു, കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രേക്ഷകർക്ക് ആർക്കും അതിശയോക്തിയൊന്നുമില്ല. ഇങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് ബഹുഭൂരിപക്ഷം പ്രേക്ഷകർ മുന്നമേ കൂട്ടി പ്രവചിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോ കാണുമ്പോൾ പ്രേക്ഷകർക്കൊരു ഞെട്ടലുണ്ടാകുവാൻ സാധ്യതയില്ല. ജിസയിലും ആര്യനും സേഫ് ആയിരിക്കുമെന്നും, ജിസയിലും ആര്യനും നല്ല കുട്ടികളാണ്, അവർ പാവങ്ങളാണ്, അവർ ചെയ്യേണ്ട കാര്യം മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അതിനെ അനുമോള് വെറുതെ വഷളാക്കി വളച്ചൊടിച്ച് ഇല്ലാത്ത കൽപ്പിത കഥകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനൊക്കെ ലാലേട്ടൻ സംസാരിക്കുമെന്നുള്ളത് നമ്മൾ മുന്നമേ കൂട്ടി പ്രവചിച്ച കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അനുമോൾ ലാലേട്ടന്റെ മുൻപിലും ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ കണ്ട കാഴ്ചയാണ് എന്നുള്ളത്. അങ്ങനെ കണ്ട കാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ കണ്ട കാഴ്ച അങ്ങനെയല്ല എന്നുള്ളത് തെളിയിക്കുവാനുള്ള ബാധ്യത അത് ബിഗ് ബോസിൻ്റെതല്ലേ? ബിഗ് ബോസ് അത് തെളിയിക്കണ്ടേ? അനുമോളെ, പുതപ്പിനുള്ളിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമറ കണ്ണുകളെ വെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിനകത്ത് നടന്നത് എന്ന് പറഞ്ഞ് അവർക്കത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിനകത്ത് ഉമ്മ നടന്നത് പുറം ലോകത്തെ ബിഗ് ബോസിന് കാണിക്കാൻ പറ്റുമോ? പിന്നെ ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അനുമോളെ അടിച്ച് ഷെഡിൽ കയറ്റുക, അനുമോളുടെ വെടി തീർത്തു കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ആവർത്തിച്ച് പ്രവചിച്ചു കൊണ്ടിരുന്നതാണ്. ആ പ്രവചനം ഫലിച്ചിരിക്കുന്നു. അതെ, പ്രേക്ഷകർ ഊഹിച്ചത് കൃത്യമായി മാറിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ബിന്നിയും രണ ഫാത്തിമയും കൂടി പറഞ്ഞിരുന്നു, അവരുടെ പരിപാടികൾ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. മിനിറ്റുകളോളം നീണ്ട സംസാരം ആര്യനെക്കുറിച്ചും ജിസേലിനെക്കുറിച്ചും അവർ നടത്തിയിരുന്നു. അതൊന്നും ബിഗ് ബോസ് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു പുറത്തു വിട്ടു എന്നുള്ളതിലുപരി അതിന് കാര്യമായിട്ട് ഒരു പരിഗണനയും പ്രാധാന്യവും കൊടുത്തിട്ടില്ല. ജിസേലും ആര്യനും തമ്മിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ബിഗ് ബോസ് തന്നെ ഇവിടെ പ്രൂവ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അനുമോൾ അതിനകത്തൊന്നും കണ്ടില്ല. അനുമോൾ തോന്നിവാസമാണ് പറഞ്ഞതെന്ന് ലാലേട്ടൻ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബിന്നിയും രണ ഫാത്തിമയും പറഞ്ഞ കാര്യങ്ങൾ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് കോൺട്രഡിക്ഷനായി മാറും. എന്നിരുന്നാൽ പോലും പ്രേക്ഷകരെ നിങ്ങൾ മുന്നമേ കൂട്ടി കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിനകത്ത് എന്തൊക്കെയോ പരിപാടികൾ നടന്നിട്ടുണ്ട്. അത് അനുമോള് കാണുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആക്ടിവിറ്റികൾ കണ്ടിട്ട് സംശയവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ട, പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആചാരവെടി മുഴങ്ങട്ടെ. അനുമോൾക്കിട്ട് കൊടുക്കാനുള്ള പണി എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കുക. അതാണ് ഇനി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്.